അങ്ങനെ നേര് കണ്ടതേ ഇറങ്ങിയുള്ളൂ കേട്ടോ. കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മൾ മൂവി റിവ്യൂ ഇടുന്നത്. നല്ലൊരു പടം കണ്ടിട്ട് ഇറങ്ങാന്ന് ഓർത്താണ് നേര് ബുക്ക് ചെയ്തിട്ട് പോയി കാണുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് വിജയ് മോഹൻ എന്ന കഥാപാത്രമായിട്ട് മോഹൻലാൽ അങ്ങനെ എത്തുകയാണ്. പടം ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻസ് ഒന്നാമത് നമുക്കറിയാലോ, ഒരു സസ്പെൻസ് ത്രില്ലർ ഡ്രാമ എന്നൊക്കെയാണ് ഈ പടത്തിന് ടാഗ് ലൈൻ കൊടുത്തിരുന്നത്. അപ്പോൾ പടം നേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു സംഭവമൊക്കെ ഊഹിച്ചെടുക്കാം. സംഭവം ഒരു കോർട്ട് റൂമിൽ നടക്കണം. ഒരു 80% കോർട്ട് റൂമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം ഒരു 4 ചുമരിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് മാക്സിമം അത് വന്നത്. പിന്നെ ചെറിയ കുറച്ച് ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കേസ്. ആ വ്യത്യസ്തം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ നമ്മൾ കേസ് കാണുന്നതൊക്കെയാണ് ഒരു പീഡനമായിരിക്കാം, കുട്ടികളെ പീഡിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന് സൈക്കോൻ്റെ കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ പിന്നെ തല്ല് കേസ്, അടിക്കേസ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണാറ്. നമ്മളിപ്പോൾ ഈ അടുത്ത് റീസെൻ്റായിട്ട് വന്നേക്കണ ഇന്നത്തെ കേസോട് ഇന്നത്തൊക്കെ നമ്മൾ കണ്ടേക്കണതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷയാണ് പോയത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് വളരെ വ്യത്യസ്തമായിട്ട് ചെറിയൊരു സംഭവം. അപ്പോൾ ആ സംഭവത്തിൽ ഉൾപ്പെട്ടേക്കുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രതിയായിട്ട് വരുന്നത്, അതേപോലെ സാക്ഷികൾ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് അത് കാണിക്കുന്നത്. അത് അവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റാറ്റസും കാര്യങ്ങളും സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന രീതി, അതൊക്കെ വളരെ വ്യത്യാസമാണ്. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ കാണിച്ചതാണ്. ഇനി നമുക്ക് എടുത്തു വരേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിജയ് മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് പുള്ളി കുറച്ച് നാൾ, ഇപ്പോൾ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ പുള്ളി കുറച്ച് നാളത്തെ കേസുകളൊന്നും എടുക്കില്ല. അതിൻ്റെ ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അതിനിടയിൽ കൂടെയാണ് പുള്ളി ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവം, ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത്. പിന്നെ പുള്ളിയുടെ മുമ്പിലേക്ക് ചലഞ്ചസ് വരെയാണ്. ഇപ്പോൾ ഇതിനെ സ്വാധീനിക്കാൻ കുറേ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ കേസിനെ സ്വാധീനിക്കാനായിട്ട് കുറേ ആൾക്കാർ ഔട്ട്സൈഡ് ഉണ്ട്, കുറച്ച് പണച്ചാക്കുകളുണ്ട്, അതേപോലെ കുറച്ച് സമൂഹത്തിൽ ഒരു സെറ്റായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, പുള്ളി ഈ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ തെളിവുകൾ നിരത്തുന്നു, ഇതൊക്കെയാണ് ഈ സംഭവം, ഈ ഒരു നേര് എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞു പോകുന്നത്. പിന്നെ എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ആ ഒരു കോർട്ട് റൂമിൻ്റെ ഉള്ളിൽ മാക്സിമം ജനങ്ങളെ, ഈ പ്രേക്ഷകരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ പടം ഒപ്പിക്കുക. അത് ഈ പടം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീത്തു ജോസഫിൻ്റെ പടങ്ങൾ നമുക്ക് കഴിഞ്ഞ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ഒട്ടും നമുക്ക് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നാത്ത രീതിയിൽ പടം കൊണ്ടുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഇതിൽ സസ്പെൻസ് അങ്ങനെ ത്രില്ലിങ് സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ലീഗൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന രീതിയിലാണ് സംഭവം പറഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല സംഭവം. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം കുറേ ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാം. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ട്വിസ്റ്റല്ല, പക്ഷേ സംഭവം വെറുത്താണ്. അതേപോലെ തന്നെ അതിനകത്ത് ചെയ്തേക്കണ അഡ്വക്കേറ്റ് സിദ്ദിഖ്, പ്രിയാമണി, ഇവരൊക്കെ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജഡ്ജായിട്ട് വന്ന പുള്ളിയുണ്ട്, പുള്ളിയൊക്കെ നൈസായിട്ട് ആ ഒരു സംഭവം ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അനുഷ്ഠ രാജൻ വന്നിട്ടുണ്ട്, ജഗദീഷ് വന്നിട്ടുണ്ട്. ജഗദീഷ് നല്ല വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. കഥാപാത്രത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതിന് വലിയ ഇത്രയൊക്കെയാണ്. പക്ഷേ ഈ പടം നമ്മൾ പ്രതീക്ഷിച്ച് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് ദൃശ്യം പോലെ സംഭവമൊന്നും വെച്ച് ആണ് പോയത്. ആ ഒരു മോഹൻലാലിൻ്റെ കുറച്ച് ആക്ഷൻ സ്ലോ മോഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് അത് കുറച്ച് മിസ്സാവും. പക്ഷേ സംഭവം ഒരു കോടതി അല്ലെങ്കിൽ കേസ് ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ പടം കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ആ ഒരു സംഭവം ഗ്യാരണ്ടിയാണ്. എന്തായാലും പടം സൂപ്പറാണ്. തിയേറ്ററിൽ തന്നെ നമുക്ക് പോയി കാണാം. എൻ്റെ സംഭവം മൊത്തം കോർട്ട് എന്താണ്, കോർട്ടിലെ സംഭവങ്ങൾ എന്താണെന്ന് കറക്റ്റ് ഈ പടം നമുക്ക് കാണിച്ചു തരും. ഇത്രയേ ഉള്ളൂ നേരിൻ്റെ റിവ്യൂ. അടുത്ത നാളെ സാലാറിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. താങ്ക് യു.